ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും വീണ്ടും സ്വാഗതം. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് രണ്ടാഴ്ച തിരക്കുകളായിരുന്നു. എനിക്ക് കുറച്ച് ഷൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്, ഇച്ചിരി തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ സിനിമകളുടെ റിവ്യൂസ് ഒന്നും ഇടാൻ സാധിച്ചില്ല. പക്ഷെ എന്നിരുന്നാലും ഗ്യാപ്പ് വന്നെങ്കിലും കുഴപ്പമില്ല. ഇന്നിപ്പോ ഈ അതായത് ഇന്ന് 21-ാം തീയതിയാണ്, ജൂലൈ 21, ജൂൺ 21. അപ്പൊ ഇന്ന് പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഉള്ളൊഴുക്ക്. ഓഫ് കോഴ്സ്, ആ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ ഉള്ളിന്റെ ഒഴുക്കാണ്. നമ്മുടെ ഉള്ളൊക്കെ എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് ഒരിക്കലും നമുക്ക് അറിഞ്ഞുകൂടല്ലേ, അല്ലെങ്കിൽ അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതൊക്കെ നമ്മൾ ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലെ മഴവെള്ളം എങ്ങോട്ടാണോ ഒഴുകുന്നത് അതുപോലെ ഒഴുകും നമ്മുടെ ചിന്തകള്, നമ്മുടെ കാഴ്ചപ്പാടുകള്. അത് ശരിക്കും ആ പേര് അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഈ പടം മിസ്റ്റർ ക്രിസ്റ്റോ ടോമി നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ രചനയും സംവിധാനവുമാണ്, സുഷിൻ ശ്യാമിന്റെ സംഗീതമാണ് ഇത്. നിർമ്മിച്ചിരിക്കുന്നത് അഭിഷേക്, റോണി, ഹണി എന്ന് പേരുള്ള 3 പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഇതിലെ അഭിനേതാക്കളെ കുറിച്ച്, പ്രത്യേകിച്ച് 2 അഭിനേത്രികളെ കുറിച്ച് ആണ് എനിക്ക് പറയാനുള്ളത്. പാർവതി തിരുവോത്ത്, ഓഫ് കോഴ്സ്, സോറി പേര് തെറ്റിച്ച് ക്ഷമിക്കണം, പാർവതി തിരുവോത്ത് ആൻഡ് അവർ ഓൺ ഉർവശി ചേച്ചി. ഇവര് രണ്ടുപേരും എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള, വളരെ പ്രിയപ്പെട്ടായിട്ടുള്ള ആൾക്കാരാണ്. അതിൽ പാർവതി തിരുവോത്തിന് മൈ ഡെഡ് ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. അവർ ഒരു 2 വർഷത്തെ ഗ്യാപ്പോളം എനിക്ക് ഇപ്പൊ തോന്നുന്നു മലയാള സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ OTT പെർഫോമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അവര് എന്താ പറയാ, മുംബൈയിലേക്ക് പോയിട്ട് ഹിന്ദിയിലൊക്കെ പെർഫോം ചെയ്യുന്ന കാണുന്നുണ്ട്. എനിവേ, എത്ര നല്ല കലാകാരിയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ മലയാളം ചില സമയത്ത് ചവിട്ടി താഴ്ത്തും അല്ലെ, അവിടെ എന്താ പറയുന്ന ഉള്ളൊഴുക്ക് വെച്ചിട്ട്. പക്ഷെ അങ്ങനെ ഇങ്ങനെ ഒഴുകി പോകുന്നവളല്ല പാർവതി തിരുവോത്തെന്ന് അവർ ഈ സിനിമയിലൂടെ തിരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഉർവശിയെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇതിനകത്ത് എനിക്കൊന്നും പാർവതി ഉർവശിയും മത്സരിച്ചാണ് ഇമോഷൻസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമോഷൻസിന് വേണ്ടി ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ സാധിക്കുമെന്ന് പോലും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും, എങ്ങനെയാണ് ഇങ്ങനെ പറ്റുകയെന്ന്. അതാണ് അഭിനയം എന്ന്. അലൻസിയർ ഒക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് ഇവർ പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണോ ഇത് അഭിനയിക്കുന്നത്, അതോ ഇവരുടെ ജീവിതമാണോ ഈ കാണുന്നതെന്ന്. പിന്നെ ഉള്ളൊഴുക്കിലേക്ക് നമുക്ക് തിരികെ വരാം. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതൊരു ഇമോഷണൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം, എന്ന് തന്നെ പറയണം. കാരണം ഇതിനകത്ത് മുഴുവൻ മഴയാണ്. ഓഫ് കോഴ്സ് 2018 ഫുള്ള് മഴയെന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലർ ആണെങ്കിൽ ഇതിനകത്ത് മുഴുവനും മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണീരോ, നമ്മുടെ വിഷമങ്ങളോ, നമ്മുടെ ദേഷ്യമോ, വീടിനകത്തൊക്കെ വെള്ളം കയറുന്ന സീനാണ്. ഫുൾ വെള്ളത്തിലാണ് ഇത്. അതായത് മരിച്ചടക്കം അങ്ങനെ എല്ലാം വെള്ളത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മനോഹരമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്ന, ബ്യൂട്ടിഫുൾ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പടമാണ്, അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പടമാണ് ഉള്ളൊഴുക്കെന്ന് പറയേണ്ടി വരും. കാരണം ഇതില് നല്ല ഹാർഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. കാരണം ആ കുട്ടനാട്, അവര് മഴ സമയത്ത് ഒരു മരപ്പുണ്ടായാലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായാലും അവരെങ്ങനെയാണ് അത് പോകുക എന്നുള്ളത്, അല്ലെങ്കിൽ മരിച്ചടക്കം നടത്തുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പള്ളി സിമിത്തിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കല്യാണം നടത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മള് ഈ വെള്ളപ്പൊക്കത്തിലെ സീനൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എല്ലായ്പ്പോഴും നമ്മളൊരു ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ റിലേഷൻഷിപ്പ് പലതരത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഉള്ളൊഴുക്കിൽ കാണിച്ചിരിക്കുന്നത് ഓഫ് കോഴ്സ് അതൊരിക്കലും ഒരു ഡോട്ടർ ഇൻ ലോ, നോർമൽ ഒരു ഡോട്ടർ ഇൻ ലോ, മദർ ഇൻ ലോ റിലേഷൻഷിപ്പ് അല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ എല്ലാ സ്ത്രീകളും ആഗ്രഹിച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ മാനസിക സംഘർഷങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഭൂരിഭാഗം, ഇത് പറയുമ്പോൾ ഞാൻ ഫെമിനിസ്റ്റാന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. എനിവേ, അതെനിക്ക് വിഷയമല്ല. പക്ഷെ ഒരു പറ്റം സ്ത്രീകൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ ഇൻലോ അല്ലെങ്കിൽ എന്റെ ഡോക്ടറിനിലോ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തുറന്നു പറച്ചിലുകൾ, ഉള്ളൊഴുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ, എന്റെ മനസ്സിന്റെ ഒഴുക്ക് എങ്ങോട്ടാണ് എന്ന് കാണിക്കാൻ, തുറന്നു പറയാൻ 10 പേരോട് ധൈര്യപൂർവ്വം പറഞ്ഞിരുന്നെങ്കിൽ, അത് അംഗീകരിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ച കാലഘട്ടങ്ങളുണ്ട്. പണ്ട് അതിനെ നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല. പണ്ടത്തെ സ്ത്രീകളോട് ചോദിച്ചാലും അവർക്ക് ഒരാൾക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ അവർ പറയും, ഞങ്ങൾ ഇത് ആഗ്രഹിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ ഇത് ചിന്തിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു. അതിന്റെ ഒരു തുറന്നു പറച്ചിലാണ് നമ്മുടെ ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ കേരളം, അല്ലെങ്കിൽ നമ്മുടെ കല ഒരു പ്രബുദ്ധ കേരളമാണ് എന്ന് നമുക്ക് കലയിലൂടെയെങ്കിലും സമ്മതിച്ചു കൊടുക്കേണ്ടി. കാരണം അതാണ്, ആ ആർട്ടാണ് ഉള്ളൊഴുക്കിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ കാണേണ്ടത്. ഓഫ് കോഴ്സ് യു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്, ബിക്കോസ് OTT-ലല്ല ഇത് കാണേണ്ടത്, തിയേറ്ററിൽ തന്നെ കാണുക. കാരണം ആ മഴയുടെ സൗണ്ടും ആ ഒരു സാഡ്നെസ്, ആ ഒരു ഘനീഭവിച്ച അവസ്ഥ, അതായത് നമ്മൾ കരയുമല്ല, എന്നാൽ നമ്മള് ഒരു വിഷാദം നിറഞ്ഞ, മൊത്തത്തിലൊരു വിഷാദം നിറഞ്ഞ, അതാ ഞാൻ പറഞ്ഞ ഇമോഷണൽ ഡ്രാമയാണ്. അതൊരു ആർട്ടാണ്. ഓഫ് കോഴ്സ് ഇതിന് രണ്ടുപേരും എനിക്ക് അവാർഡ് വരെ അർഹിക്കുന്നു. പ്രത്യേകിച്ച് ഉർവശി ചേച്ചി എന്നെ ഒരു പടി മുന്നിലെന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം
അവരതുപോലെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്, അവരതുപോലെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ല. അലൻസിയർ ബാക്കി ആൾക്കാരുടെ, പിന്നെ പാർവതി തിരുവോത്തിന്റെ അതിനകത്ത് അഞ്ജു എന്നൊരു കഥാപാത്രമാണ്, അതിൽ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹവും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു. അഞ്ജുവിന്റെ നാത്തൂനായിട്ട് അഭിനയിക്കുന്ന കുട്ടി ഗംഭീര പെർഫോം ചെയ്യുന്നു. അഞ്ജുവിന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന സിസ്റ്ററായിട്ട്, അങ്ങനെ പേരുകൾ എനിക്ക് അവരുടെ അറിഞ്ഞുകൂടാ, ഞാൻ തെറ്റിച്ച് പറയാതിരിക്കുന്നതുകൊണ്ട് അവരുടെ കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ പേരുകൾ പറഞ്ഞതാണ്. അതുപോലെ സുഷിൻ ശ്യാമ അതിനനുസരിച്ചുള്ള, പിന്നെ പാർവതി തിരുവോത്ത് ഒറിജിനാലിറ്റി, അതായത് വള്ളമൊക്കെ തൊഴിഞ്ഞു പോകുന്ന ഒറിജിനൽ ആണോ എനിക്ക് അറിഞ്ഞുകൂടാ അവർ ചെയ്തത്, പക്ഷെ ഒറിജിനാലിറ്റി, ഭയങ്കര ഒറിജിനാലിറ്റി. മഴ, വള്ളം, പിന്നെ അഞ്ജുവിന്റെ കാമുകനായിട്ട് അഭിനയിക്കുന്ന ഒരു പയ്യനുണ്ട് അതിനകത്ത്, അതായത് പാർവതിയുടെ കാമുകനായിട്ട്, അതും ഒക്കെ വളരെ മനോഹരമായിട്ട് 101% നീതി പുലർത്തി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സൂപ്പർ പടമാണ്. ക്ലൈമാക്സ്, അതുപോലെ ചില ട്വിസ്റ്റിംഗ് ടേണിങ്സ് ഉണ്ട്. ത്രില്ലർ അല്ല, ഓഫ് കോഴ്സ് ഇറ്റ്സ് ആൻ ഇമോഷണൽ ഡ്രാമ. യു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ആണ്. സോ എല്ലാവരും പോയി കാണുക. തുറന്നു പറച്ചിലുകൾ, സ്ത്രീകളുടെ ഉള്ളറകളിലേക്ക് നമ്മുടെ പല തരത്തിലുള്ള ഇമോഷണൽ ലെയേഴ്സ് കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പടം അവര് തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത്. ആ ഇമോഷണൽ ലേസിൽ നമ്മളെ കേറ്റും, ഇറക്കും, താഴ്ത്തും, ഒഴുക്കും, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സോ യു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ആണ്. ആരും മിസ് ചെയ്തത്. സോ അടുത്ത പടത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നവരെ ബൈ ബൈ.